ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ PSC സ്റ്റഡി വ്ളോഗ്. നമുക്കപ്പോൾ SCRT ടെക്സ്റ്റൊക്കെ മാറിയിരിക്കുകയാണ്. അതിൻ്റെ സിമ്പിൾ നോട്ട്സാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിലെ ആദ്യത്തെ ജോഗ്രഫിയിലെ ആദ്യത്തെ പാഠമായ ലോകത്തിൻ്റെ നെറുകയിലാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജോഗ്രഫിയിലെ ആദ്യത്തെ പാഠമാണ് ലോകത്തിൻ്റെ നെറുകയിൽ. ഇതിൽ ആദ്യം വരുന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ്. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 1 ഉത്തരപർവ്വത മേഖല, 2 ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, അടുത്തതായിട്ട് ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ 5 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഓക്കെ, അടുത്തതായിട്ട് ഉത്തരപർവ്വത മേഖല. എന്താണ് ഉത്തരപർവ്വത മേഖല? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ച് കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ട് ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. അപ്പം പാമീറിനെ എന്തെന്നാണ് പറയുന്നത്? ലോകത്തിൻ്റെ മേൽക്കൂര. ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിരയാണിത്. ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിരയാണിത്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊണ്ട മടക്ക് പർവ്വതങ്ങളാണിവ. അപ്പോൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊണ്ട മടക്ക പർവ്വതങ്ങളാണിവ. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഇവ വ്യാപിച്ചു കിടക്കുന്നു. അപ്പം പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇവ വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൻ്റെ ഏകദേശം 2400 കിലോമീറ്റർ നീളവും 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയും ഇവയ്ക്കുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. നമുക്കിപ്പോൾ SCRTയിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് വരുന്നതുകൊണ്ട് നമ്മൾ ഓരോ പോയിൻറ്റും നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകണം. അപ്പോൾ ഇതിൻ്റെ എന്താണ്? ഉത്തരപർവ്വത മേഖലയിൽ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഇവ വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഏകദേശം നീളം 2400 കിലോമീറ്ററും അതിൻ്റെ വീതി 150 മുതൽ 400 കിലോമീറ്റർ വരെയുമാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും ഈ ഭൂപ്രദേശത്തിൻ്റെ സവിശേഷതകളാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ സവിശേഷതകളാണ് എന്തൊക്കെ? ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും. അടുത്തതായിട്ട് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തരംതിരിക്കുന്നു. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പോൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ വരുന്നത് ഏതൊക്കെ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ ഏതൊക്കെയാണ്? ഗാരോ, ഖാസി, ജേന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, പത്കായ് ബൂം. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. കിഴക്കൻ കുന്നുകളിൽ ഗാരോ, ഖാസി, ജേന്തിയ കുന്നുകൾ, മീസോ കുന്നുകൾ, പത്കായ് ബൂം. ഓക്കെ, അടുത്തത് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇതിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. അപ്പോൾ ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നു. ഇതിൻ്റെ ഉയരം 3000 മീറ്ററാണ്. ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്ററും അതിൻ്റെ നീളം 965 കിലോമീറ്ററുമാണ്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുകളുമായി ബന്ധിപ്പിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളാണ്. അപ്പോൾ ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ SCRTയുടെ ജോഗ്രഫി പഠിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കുറേ നമുക്ക് PDF ഒക്കെ കിട്ടുമല്ലോ. അതിൽ ഇതിൻ്റെ ഒക്കെ ചിത്രങ്ങളുണ്ട്. അതുകൂടെ എടുത്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹിമാലയത്തിനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സിവാലിക്, ഹിമാചൽ, ഹിമാദ്രി. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് സമാന്തരങ്ങളായ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം.
ഈ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പിക്ചേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൂടെ എടുത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. ഓക്കെ, അടുത്ത അതിൽ സിവാലിക് എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഹിമാലയ നിരകളിലെ ഏറ്റവും തെക്ക് ഭാഗത്താണ് സിവാലിക്. അതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നും വിളിക്കുന്നു. അപ്പോൾ സിവാലിക്കിൻ്റെ വേറൊരു പേരാണ് ഔട്ടർ ഹിമാലയം. അടുത്തതായിട്ട് ഹിമാചൽ. സിവാലിക്കിന് വടക്കായി സ്ഥിതി ചെയ്യുന്നതാണ് ഏത്? ഹിമാചൽ. ഇതിൻ്റെ ശരാശരി ഉയരം സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 മീറ്ററാണ്. ഇതിൻ്റെ വീതി 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. ഹിമാചൽ നിര ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഹിമാചൽ സിവാലിക്കിന് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന് 3500 മുതൽ 4500 മീറ്റർ വരെയാണ് ഉയരം. അതിൻ്റെ വീതി എന്ന് പറയുന്നത് 60 മുതൽ 80 കിലോമീറ്റർ വരെയാണ്. അതുപോലെ ഹിമാചൽ നിരയെ ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അടുത്തതായിട്ട് ഹിമാദ്രി. ഹിമാദ്രി എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇതാണ് ഏറ്റവും മുകളിൽ കാണപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം 25 കിലോമീറ്റർ വീതിയുണ്ട്. മഞ്ഞു മൂടപ്പെട്ട പർവ്വത നിരകളാണിവ. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളും ഇവിടെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഹിമാദ്രി എന്ന് പറയുന്നത് ഗ്രേറ്റർ ഹിമാലയം അല്ലെങ്കിൽ ഇന്നർ ഹിമാലയം എന്നറിയപ്പെടുന്നു. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 6100 മീറ്ററാണ്. വീതി 25 കിലോമീറ്ററാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വത നിരകളാണിവ. അതുപോലെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളും ഏതിലാണ്? ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത്. അടുത്തത് ഹിമാലയത്തിൻ്റെ പിറവിയെക്കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഏകദേശം 150 മുതൽ 160 ദശലക്ഷ വർഷങ്ങൾക്ക് മുൻപ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അപ്പോൾ 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പേ ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ഇതൊക്കെ അടങ്ങിയിരിക്കുന്ന ഇന്ത്യൻ ഫലകം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. അപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ യുറേഷ്യൻ ഫലകവും ആയിട്ട് കൂട്ടിമുട്ടിയിട്ടാണ് ഹിമാലയം ഉണ്ടായിരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് വടക്കോട്ട് നീങ്ങി ഇന്ത്യൻ ഫലകം യുറേഷ്യൻ ഫലകവുമായിട്ട് കൂട്ടിമുട്ടിയിട്ട് അവിടെ അതിൻ്റെ ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്നാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭാഗങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹിമാലയ പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ 3 പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നു. ഏതൊക്കെയാണവ? പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ ഇപ്രാവശ്യത്തെ ടെക്സ്റ്റിൽ കുറേയേറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഓൾഡ് SCERT എല്ലാവരും പഠിച്ചിട്ടുള്ളതായിരിക്കും PSC എക്സാംസിന് വേണ്ടി. ഇപ്പോഴത്തിൽ കുറേ എക്സ്ട്രാ പോയിൻറ്റ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ടെക്സ്റ്റും നല്ല രീതിയിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ ഹിമാലയ പർവ്വത നിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനമാക്കി 3 പ്രാദേശിക വിഭാഗങ്ങളായിട്ടാണ് വേർതിരിക്കുന്നത്. ഒന്ന് പടിഞ്ഞാറൻ ഹിമാലയം, അടുത്തത് മധ്യ ഹിമാലയം, പിന്നെ കിഴക്കൻ ഹിമാലയം. അതിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെ ഉൾപ്പെടുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ ഹിമാലയം. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദി മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെ ഉൾപ്പെടുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3ആയിട്ട് തിരിക്കുന്നു. അപ്പോൾ ഈ പടിഞ്ഞാറൻ ഹിമാലയത്തിനും ഡിവിഷൻസ് ഉണ്ട്. അതേതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. ഓക്കെ, അടുത്തത് കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്തെ ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് കാശ്മീർ ഹിമാലയം. ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന മേഖലയാണ് കാശ്മീർ ഹിമാലയം. ഇവിടെ ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അതുപോലെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് ഏതൊക്കെ? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചൽ.
അപ്പോൾ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പഞ്ചാൽ. അടുത്തത് ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്താണ്. മൗണ്ട് K2 ഏത് നിരയിലാണ്? കാരക്കോറം നിരയിലാണ്. സിയാച്ചിൻ, ബോൾഡോരോ തുടങ്ങിയ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. സിയാച്ചിൻ, ബോൾഡോരോ എന്നിവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ്. അപ്പം ജമ്മു കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്, ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് പീർ പഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ഏത് ചുരമാണ്? ബനിഹാൽ ചുരമാണ്. ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ ഈ കാശ്മീർ ഹിമാലയ പ്രദേശത്ത് നിറയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദാൽ. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം. അപ്പം ദാൽ തടാകത്തിൻ്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഏത്? ശ്രീനഗർ പട്ടണം. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ശ്രീനഗർ. ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണ്. അപ്പം ദാൽ തടാകത്തിലെ ഷിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും കാശ്മീർ ടൂറിസത്തിൻ്റെ പ്രധാന മുഖമുദ്രകളാണ്. അതുപോലെ പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. ഇങ്ങനെ നിറയെ പോയിൻറ്റ്സ് എക്സ്ട്രാ ഉണ്ട്, അതൊക്കെ പഠിക്കണം. പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് മർഗുകൾ എന്ന് പറയുന്നത്. ശൈത്യകാലത്തിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. സോൺമർഗ്, ഗുൽമർഗ് എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ പർവ്വത ചെരുവിൽ വേനൽക്കാലങ്ങളിൽ പുൽമേടുകൾ രൂപപ്പെടാറുണ്ട്, അതിനെ മർഗുകൾ എന്ന് പറയും. ഇവ ശൈത്യകാലത്ത് മഞ്ഞു മൂടപ്പെടുന്നതുകൊണ്ട് ഇവ എന്തിനാണ്? സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് ഉപയോഗിക്കും. അങ്ങനെ അത് സഞ്ചാരികളെ ആകർഷിക്കും. അതുപോലെ തന്നെ ഇതിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? സോൺമർഗ്, ഗുൽമർഗ്. അടുത്തത് ഹിമാചൽ ഹിമാലയം. പ്രധാനമായും ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഹിമാചൽ ഹിമാലയം. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഭാഗത്തിനെയാണ് എന്തോന്ന് പറയുന്നത്? ഹിമാചൽ ഹിമാലയം എന്ന്. ചിനാബ്, രവി, ബിയാസ് എന്നിവയാണ് ഇവിടുത്തെ പ്രധാന നദികൾ. ഇവിടുത്തെ പ്രധാന നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ദൗളാദർ, പീർ പഞ്ചാൽ എന്നിവ ഈ പ്രദേശത്തെ പ്രധാന പർവ്വത നിരകളാണ്. അപ്പോൾ ഹിമാലയത്തിലെ നദികൾ ഏതൊക്കെ? ചിനാബ്, രവി, ബിയാസ്. അതുപോലെ അവിടുത്തെ പർവ്വത നിരകൾ ദൗളാദർ, പീർ പഞ്ചാൽ. ചന്ദ്രതാൽ, സൂരജ് താൽ എന്നിവ ഈ പർവ്വത ഭാഗങ്ങൾ കാണപ്പെടുന്ന ശുദ്ധജല തടാകങ്ങളാണ്. ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെ? ചന്ദ്രതാൽ, സൂരജ് താൽ. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങളാണ്. അടുത്തത് ബാരാലച്ല ചുരം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. ബാരാലച്ല എവിടെയാണ് ബന്ധിപ്പിക്കുന്നത്? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട്. റോഹ്താങ് ചുരം ഏതൊക്കെയാണ് ബന്ധിപ്പിക്കുന്നത്? കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ രണ്ട് ചുരങ്ങൾ ഏതൊക്കെ? ബാരാലച്ലയും റോഹ്താങ്ങും. ബാരാലച്ല ചുരം ഏതിനൊക്കെ ബന്ധിപ്പിക്കുന്നു? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നു. റോഹ്താങ് ചുരം കുളു താഴ്വരയെ ലാഹുൽ, സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നു. കുളു, കംഗ്ര, ലാഹുൽ എന്നിവ താഴ്വരകളും ഷിംല, മണാലി എന്നിവ ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളുമാണ്. അപ്പം താഴ്വരകൾ കുളു, കംഗ്ര, ലാഹുൽ, അതുപോലെ ഷിംല, മണാലി എന്നിവ ഇവിടുത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ പലയിടങ്ങളിലായി ചൂട് നീരുറവകൾ കാണപ്പെടുന്നു. ഓക്കെ. അപ്പം അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. അപ്പോൾ സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇതിനെയും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൻ്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്കൻ ഭാഗം കുമവൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികളാണ് നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികൾ ഏതൊക്കെ? നന്ദാദേവി, കാമറ്റ്, ബദ്രിനാഥ്, കേദാർനാഥ്. ഗംഗോത്രി, യമുനോത്രി എന്നീ പ്രധാന ഹിമാനികളും. ഇവിടെയുള്ള ഹിമാനികൾ ഏതൊക്കെ? ഗംഗോത്രി, യമുനോത്രി. അതുപോലെ നൈനിതാൽ, ഭീംതാൽ എന്നിവ ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങളുമാണ്. അപ്പോൾ ഇവിടുത്തെ പ്രധാന ഹിമാനികൾ ഏതൊക്കെ? ഗംഗോത്രി, യമുനോത്രി.
ഇവിടുത്തെ ശുദ്ധജല തടാകങ്ങളാണ് നൈനിതാൽ, ഭീംതാൽ. അടുത്തത് ഡൂൺ, ബുഗ്യാൽ എന്നിവ ഇവിടുത്തെ പ്രധാന സവിശേഷതകളാണ്. ഡൂൺ, ബുഗ്യാൽ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഡൂണുകൾ. ഉദാഹരണമാണ് ഡെറാഡൂൺ. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഏത്? ഡ്യൂണുകൾ. ഇതിന് ഉദാഹരണം ഡെറാഡൂൺ. ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. അപ്പോൾ ഇവിടുത്തെ ഉയർന്ന ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടാണ് ബുഗ്യാൽ. ഇതിന് ഉദാഹരണമാണ് ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. അപ്പം ഉയർന്ന പർവ്വത ചെരുവിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ബുഗ്യാൽ. ഉദാഹരണം ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. അടുത്തത് മധ്യ ഹിമാലയം. കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. കാളി നദി മുതൽ ടീസ്ത നദി വരെയുള്ള പ്രദേശമാണ് ഏത്? മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമായ പടിഞ്ഞാറൻ സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ഈ മേഖലയുടെ ഭൂരിഭാഗവും നേപ്പാളിലാണ്. അതുകൊണ്ടാണ് ഇത് നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത്. മധ്യ ഹിമാലയത്തിൻ്റെ ഭാഗമായ പടിഞ്ഞാറൻ സിക്കിമും ഡാർജിലിംഗും മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ബാക്കി ഭൂരിഭാഗവും നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ പർവ്വതവും നാഥുല ചുരവും ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. കാഞ്ചൻജംഗ പർവ്വതവും നാഥുല ചുരവും ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ടീസ്റ്റ നദിയും അതിൻ്റെ നദീതട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ടീസ്റ്റ നദിയും അതിൻ്റെ നദീതട്ടുകളും സിക്കിം ഹിമാലയത്തിൻ്റെ സവിശേഷതകളാണ്. ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിരുന്നു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. അടുത്തത് കിഴക്കൻ ഹിമാലയം. ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നതാണ് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. ആസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. നംജബർവ ഈ മേഖലയിലെ പ്രധാന കൊടുമുടിയാണ് നംജബർവ. അപ്പം ടീസ്റ്റ നദി മുതൽ ബ്രഹ്മപുത്ര നദി വരെ കാണപ്പെടുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. ആസം ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഇവിടെ ഒരു പ്രധാന കൊടുമുടിയാണ് നംജബർവ. അതുപോലെ ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവ ഈ മേഖലയിലെ പ്രധാന നദികളാണ്. ഏതൊക്കെ? ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി. ഇവിടുത്തെ പ്രധാന ചുരങ്ങളാണ് ബോംഡില ചുരവും ദിഫു ചുരവും. ബോംഡില ചുരം അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോംഡില ചുരം. ദിഫു ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, അടുത്തതായിട്ട് പൂർവാചൽ കുന്നുകൾ. അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ വടക്ക് തെക്ക് ദിശയിൽ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖലയെ പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്നറിയപ്പെടുന്നു. അപ്പോൾ അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ വടക്ക് തെക്ക് ദിശയിൽ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായി കാണപ്പെടുന്ന ഹിമാലയ പർവ്വത മേഖലയാണ് പൂർവാചൽ കുന്നുകൾ അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ. ഈ കുന്നുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്ന് 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുണ്ട്. പട്കായ്ബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന കുന്നുകൾ. ഏതൊക്കെ? പട്കായ്ബും, നാഗാ കുന്നുകൾ, മീസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻറം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചിറാപുഞ്ചി, മൗസിൻറമൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൂർവാചൽ കുന്നുകളിലാണ്. അടുത്തത് കാലാവസ്ഥ. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. അപ്പം ഉയരം കുറഞ്ഞ പർവ്വത ചെരുവിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. ഉയരം കൂടിയ പർവ്വതഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയും ആയിരിക്കും. ലഡാക്ക് മേഖലയിൽ ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. പർവ്വതങ്ങളുടെ ഏറിയ ഭാഗങ്ങൾ മഞ്ഞുവീഴ്ച സാധാരണമാണ്.
സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നു. അപ്പോൾ സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കു കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. അടുത്തത് ഹിമാലയത്തിലെ നദീവ്യവസ്ഥയാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നതാണ് ഹിമാലയൻ നദീവ്യവസ്ഥ രൂപം കൊള്ളുന്നത്. അപ്പോൾ ഏതൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നദീവ്യവസ്ഥ രൂപം കൊള്ളുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ വർഷം മുഴുവൻ ഈ നദികളിൽ നീരൊഴുക്കുണ്ടാകും. അപ്പോൾ മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നത് കൊണ്ട് തന്നെ വർഷം മുഴുവൻ നദികളിൽ നീരൊഴുക്കുണ്ടാകും. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്ക് ഈ നദികൾക്കുണ്ട്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികളിൽ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ വീരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ ഇവയൊക്കെ സൃഷ്ടിക്കുന്നു. ഓക്കെ, അടുത്തത് മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിൻ്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. അപ്പോൾ മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഗർച്ചു ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദിയുമാണ് വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. അതുപോലെ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അപ്പോൾ ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത് ഗംഗയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘ്ര, ഗണ്ഡക്, കോസി എന്നിവയാണ്. അടുത്തത് മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് മുതലായവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അപ്പോൾ ഓരോ ഹിമാലയത്തിലെയും നദീവ്യൂഹമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയത്തിലത് സിന്ധുവും സിന്ധുവിൻ്റെ പോഷക നദികളും. സിന്ധു എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? മാനസ സരോവര തടാകത്തിലെ ബൊഗർച്ചു ഹിമാനിയിൽ നിന്നാണ്. അതുപോലെ ഗംഗോത്രി ഹിമാനിയിൽ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദിയായ യമുന, ഘാഘ്ര, ഗണ്ഡക്, കോസി ഇവയാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. അതുപോലെ മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. ഇനി ഈ ഹിമാലയത്തിലെ മണ്ണിനെക്കുറിച്ച് പഠിക്കാം. മണ്ണ് ഏതാണ്? പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വത മണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. താഴ്വരകളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണ് കാണപ്പെടുന്നു. അപ്പോൾ ഹിമാലയത്തിൽ പർവ്വത പ്രദേശത്ത് പർവ്വത മണ്ണും വനമണ്ണുമാണ്. താഴ്വരകളിൽ നേർത്ത തരികളോട് കൂടിയ ജൈവാംശം കൂടുതലുള്ള മണ്ണ്. അടുത്ത് ഉയർന്ന ചെരുവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണപ്പെടുന്നത്. താഴ്വരകളിൽ എക്കൽ മണ്ണ് കൂടുതലായി കാണപ്പെടുന്നു. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പോൾ കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിച്ചുണ്ടാകുന്ന അവസാദമാണ് കരേവാസ്. ഈ കരേവാസ് എന്ന് പറയുന്ന മണ്ണാണ് എന്തിന് ഉപയോഗിക്കുന്നത്? കുങ്കുമപ്പൂവ് കൃഷിക്ക് അനുയോജ്യമായത്. ഓക്കെ, അത് ഓർത്ത് വയ്ക്കണം. കരേവാസ് അത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. അടുത്ത് ഹിമാലയത്തിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഉയരം, പ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ എന്നിവ അനുസരിച്ച് ഹിമാലയൻ നിരകളിൽ വ്യത്യസ്തങ്ങളായ സസ്യജാലങ്ങൾ കാണപ്പെടുന്നു. കിഴക്കൻ ഹിമാലയത്തിലും വടക്കു കിഴക്കൻ കുന്നുകളിലും ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ കാണപ്പെടുന്നു. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത ചെരുവുകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലും വടക്ക് കിഴക്കൻ കുന്നുകളിലും ഉഷ്ണമേഖലാ നിത്യഹരിത വനങ്ങൾ, അതുപോലെ താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വത മേഖലകളിലും അർദ്ധനിത്യഹരിത വനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു.
1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നു. പർവ്വത ചെരുവുകളിൽ പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ കൂടുതലായി വളരുന്നു. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും കാണപ്പെടുന്നു. ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ഓക്കെ, അടുത്തത് വന്യജീവി സമ്പത്ത്. യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി തുടങ്ങി നിരവധി ജീവിവർഗങ്ങൾ ഹിമാലയ പർവ്വത പ്രദേശത്ത് കണ്ടുവരുന്നു. അടുത്ത ഇവിടുത്തെ കൃഷി. പർവ്വത പ്രദേശങ്ങളിൽ കൃഷി താരതമ്യേന കുറവാണ്. ഉയരം, ചെങ്കുത്തായ ചരിവ്, പാകമാകാത്ത മണ്ണ്, കുറഞ്ഞ താപനില തുടങ്ങിയവയാണ് പ്രതികൂല ഘടകങ്ങൾ. പർവ്വത ചെരുവുകൾ തട്ടുകളായി തിരിച്ച് ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ വിളകൾ കൃഷി ചെയ്യുന്നു. നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് എന്നിവ മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നു. നെല്ല്, പയർവർഗ്ഗങ്ങൾ, ഉരുളക്കിഴങ്ങ് മഴക്കാലത്തും ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങളൊക്കെ വസന്തകാലത്തും കൃഷി ചെയ്യും. കിഴക്കൻ ഹിമാലയത്തിൻ്റെ പർവ്വത ചെരുവുകളിലും താഴ്വരകളിലും തേയില കൃഷിയാണ് കൂടുതലുള്ളത്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ കുന്നുകളിൽ തദ്ദേശീയ ഗോത്ര ജനത സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നു. അപ്പം ഗോത്രജനത പിന്തുടരുന്ന കൃഷി രീതിയാണ് സ്ഥാനമാറ്റ കൃഷി. അടുത്ത് ഹിമാലയത്തിലെ മൃഗപരിപാലനം. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഒരു പ്രധാന ജീവിതമാർഗ്ഗമാണ് മൃഗപരിപാലനം. പ്രദേശത്തിൻ്റെ ഉയരക്രമം അനുസരിച്ച് കാലാവസ്ഥയിലും മാറ്റം വരുന്നതിനാൽ വളർത്തുമൃഗങ്ങളുടെ ഇനത്തിലും മാറ്റം വരുന്നു. താഴ്വരകളിൽ ആട്, പശു എന്നിവയും ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ ചെമ്മരിയാട്, കുതിര എന്നിവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങളെയും വളർത്തുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഗുജ്ജർ. അപ്പോൾ അത് ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ് കേട്ടോ. ഏതാണ്? ഗുജ്ജർ. ഓക്കെ, പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ വിഭാഗമാണ് ഏത്? ഗുജ്ജർ. ഓക്കെ, അടുത്തത് ടൂറിസം. ഹിമാലയ ടൂറിസം വികാസം പ്രാപിച്ചത് 3 ഘട്ടങ്ങളായിട്ടാണ് ഇത് വികാസം പ്രാപിച്ചത്. തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട യാത്രകളാണ് ഈ മേഖലകളിലെ ടൂറിസം വികസനത്തിന് തുടക്കമിട്ടത്. കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിലുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞ് ഇവിടങ്ങളിൽ സുഖവാസ കേന്ദ്രങ്ങൾ വികസിപ്പിച്ചതോടെയാണ് ടൂറിസം വികസനത്തിൻ്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത്. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കേറ്റ്, മുസ്സോറി, നൈനിത്താൽ തുടങ്ങിയ റിസോർട്ട് പട്ടണങ്ങൾ ഇന്നും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. 1953 മെയ് 29-ന് ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിൻ്റെ 3ാം ഘട്ടം ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിച്ചത്. ഓക്കെ, അപ്പോൾ 1953 മെയ് 29-നാണ് ആരൊക്കെ? ഷെർപ്പ ടെൻസിംഗ് നോർഗെയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയത്. അങ്ങനെ 3ാം ഘട്ടം ആധുനിക ടൂറിസം ഇവിടെ വന്നു. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിംഗ്, സ്കീയിങ് തുടങ്ങിയ സാഹസിക വിനോദസഞ്ചാര മേഖലയും ഏറെ വികസിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻറ്റ്സാണ് ജോഗ്രഫിയിലെ SCERT പുതിയ 9th സ്റ്റാൻഡേർഡ് സിലബസിലെ ചാപ്റ്റർ 1-ലുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് റെഫറൻസ് പോലെ ഈ ഒരു വീഡിയോ കേട്ട് നോക്കണം. ഇതിൽ പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ടെക്സ്റ്റിലെ ചിത്രം കൂടെ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. ഒത്തിരി നിറയെ പോയിൻറ്റ്സ് പുതിയ ടെക്സ്റ്റിലുണ്ട്. എല്ലാവരും പുതിയ പോയിൻറ്റ്സ് എന്തായാലും റെഫർ ചെയ്യണം. പുതിയ PSC എക്സാംസൊക്കെ എഴുതണവർ. ഇനിയും SCERTയിലെ പുതിയ ചാപ്റ്റേഴ്സുമായിട്ട് ഞാൻ വരുന്നതാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.